കുടുംബത്തിന്റെ വയനാട് സന്ദർശനത്തിൽ ശ്രീനാരായണ ഗുരുവിനെ അവഹേളിച്ചെന്ന പരാതി. സന്ദർശനത്തിനായി സോണിയാഗാന്ധിയും രാഹുലും പ്രിയങ്കയും എത്തിയപ്പോൾ യൂണിയൻ ഓഫീസിൽ നടക്കുകയായിരുന്ന ദൈവദശകം ഗാനാലാപനം സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർത്തിവെപ്പിച്ചു. എംപിമാർ ഗുരുവിനോട് അനാദരവ് കാട്ടിയെന്ന് SNDP ബത്തേരി യൂണിയൻ പ്രമേയം പാസാക്കി. ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി നാളിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 21-ാം തീയതി നെഹ്റു കുടുംബത്തിലെ 3 എംപിമാർ SNDP യൂണിയന്റെ ഒരു ഓഫീസ് സന്ദർശിക്കാൻ കാണിച്ച താല്പര്യത്തെ ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ആ പരിപാടി പ്ലാൻ ചെയ്ത് ഗുരുതരമായ വീഴ്ച വരുത്തി അറിയിപ്പും നമുക്ക് നൽകാതെ ഏതാണ്ട് 12 മണിക്കൂർ കൊണ്ട് പ്ലാൻ ചെയ്ത ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് ഈ കൽപ്പറ്റയിലെ സന്ദർശനം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആലപിച്ചുകൊണ്ടിരുന്ന ദൈവദശകം എന്ന പ്രാർത്ഥനാഗീതത്തിനെ ഇടയ്ക്ക് നിർത്താൻ CISFകാർ ആവശ്യപ്പെട്ടതുപോലെ നിർത്തിവെച്ചുകൊണ്ട് വളരെ ഒരു ഫോട്ടോഷൂട്ട് പരിപാടിയിൽ ആ പരിപാടി നടത്തി എന്ന് പറയുന്നത് ഈ സമുദായത്തോടും ഈ സംഘടനയോടും ഒക്കെ ചെയ്ത വലിയ അവഹേളനമായിട്ട് മാത്രമേ അതിനെ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വം ഗുരുതരമായ ഗുരുദേവ നിന്ദയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള PB ജോഷില വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജോഷില, ഗുരുവിനെ അപമാനിച്ചു എന്ന നിലയിലേക്കാണ് SNDPയുടെ പ്രതികരണമൊക്കെ വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? ശ്രീനാരായണയെ അധിക്ഷേപിച്ചുവെന്ന പ്രമേയമാണ് SNDP ബത്തേരി യൂണിയൻ പാസാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കോൺഗ്രസ് നേതൃത്വം ജില്ലയിലെ ശ്രീനാരായണയെ അപമാനിച്ചു എന്നുള്ളത് മാത്രമല്ല, അത് കോൺഗ്രസ് നേതൃത്വം ബോധപൂർവം ഇത്തരത്തിൽ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഈ ഒരു ഓഫീസിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈഴവ തീയ സമുദായങ്ങളെ കോൺഗ്രസ് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു പരാമർശം പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതൃത്വം ബോധപൂർവം ഇത്തരം ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് ഈ ഒരു പ്രമേയത്തിലൂടെ അല്ലെങ്കിൽ യോഗത്തിൽ ഇത്തരത്തിൽ ഒരു വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. SNDP യോഗം ശാഖാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, പോഷക സംഘടനകളായ വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, ബാലജന യോഗം, കുമാരി സംഘം, സൈബർ സേന, പെൻഷനേഴ്സ് കൗൺസിൽ എന്നിവയുടെ ഭാരവാഹികൾ അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ വിമർശനം ഉയർന്നിരിക്കുന്നത്. ഈഴവ തീയ സമുദായങ്ങൾക്ക് മതിയായ പരിഗണന കോൺഗ്രസിൽ ലഭിക്കുന്നില്ലെന്ന ആക്ഷേപത്തിന് മറയിടുന്നതിനായി പാർട്ടി നേതാക്കളിൽ ചിലർ ഗൂഢാലോചന നടത്തി MPമാരെ യൂണിയൻ ഓഫീസിൽ എത്തിച്ചതെന്നാണ് യോഗം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പറയാൻ ഈ എത്തിയ MPമാരൊന്നും തന്നെ തയ്യാറായില്ല. സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും തന്നെ തയ്യാറായില്ല. മാത്രമല്ല, അവിടെ എത്തി ദൈവദശകം ചൊല്ലുന്നത് നിർത്തിവെപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു ആക്ഷേപം. ദൈവദശകം ചൊല്ലാൻ തുടങ്ങിയാൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ശ്രീനാരായണീയർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ആക്ഷേപമായി ഗുരുവിനെ നിന്ദിക്കുന്നതായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിൽ SNDP യോഗം ഇവരെ വിമർശിച്ചിരിക്കുകയാണ്. അസിത, ശരി, ദൈവദശകം ആലാപനം നിർത്തിവെപ്പിച്ചു, അതിനുശേഷം ഫോട്ടോഷൂട്ട് മാത്രം നടത്തി മടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ SNDP ഉന്നയിക്കുന്നത്. PB ജോഷിലിയാണ് വിവരങ്ങൾ നൽകിയത്.